നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ച് ഈ വീഡിയോ കാണുക. തീർച്ചയായും ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ വ്യക്തിയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെയധികം ആഴമേറിയതാണ്. കാരണം ഈ വ്യക്തി ഒരു സമയം പോക്കിന് വേണ്ടിയിട്ടല്ല നിങ്ങളുമായി പ്രണയത്തിലായത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇതിൽ നിന്നും ഒരു വിജയം പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് എയ്സ് ഓഫ് സോർട്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കായി ലഭിച്ചിരിക്കുന്നത്. ഒരു കിരീടത്തെയും വാളിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധം സഫലമാകാൻ വേണ്ടി ഏതൊരു തരത്തിലും ഒരു റിസ്ക് എടുക്കേണ്ട സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിനാൽ നിങ്ങളുമായി ഏതറ്റം വരെ പോകാൻ, അതായത് ഈ ഒരു പ്രണയബന്ധം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷകരമായ ഒരു ആവേശപൂർണമായ ഊർജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങളുമായി പ്രണയബന്ധത്തിലാകുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുമായുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടായിരുന്നതായി കാണിക്കുന്നു. അത് പല രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക പ്രശ്നങ്ങൾ, മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിൽ നിൽക്കേണ്ട അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, ഡിപ്രഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നുപോയി. പക്ഷേ ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെ പുറത്താക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതായത് നിങ്ങളുമായും ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിൽ തേർഡ് പാർട്ടിയുടെ ഊർജം ശക്തമാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീ ആയിരിക്കാം. ചെറിയ രീതിയിലുള്ള കൂടോത്രമായിട്ടുള്ള, അതായത് ബ്ലാക്ക് മാജിക്കിന്റെ ഊർജവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതായി കാണിക്കുന്നു. പക്ഷേ അതിലൂടെ ഈ വ്യക്തി തളർന്നു പോവുകയാണ് ചെയ്തത്. ചിലപ്പോൾ കുറേ കാലങ്ങളായി നിങ്ങൾ ഈ വ്യക്തിയുമായി മര്യാദക്ക് സംസാരിക്കുക പോലും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് ജ്വലിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ജീവിതം എന്നത് ഒരിക്കലും നിരാശയാക്കി കളയേണ്ട ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ട ഒരു സാഹചര്യമല്ല. ഇത് ആഘോഷിക്കാനുള്ളതാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ഈ വ്യക്തി പലതരത്തിലുള്ള ഫംഗ്ഷനുകളിലോ ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി, പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള സെലിബ്രേഷനിലോ ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ടൂർ പോവുകയോ ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ മനസ്സൊന്ന് ശാന്തമാക്കാനും സമാധാനപ്പെടുത്താനും വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞു പോയതായി കാണിക്കുന്നു. പക്ഷേ അത് ഒരിക്കലും ഈ വ്യക്തിയെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഊർജം കാരണം, ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തമായ കുതന്ത്രം കാരണം നിങ്ങൾ തമ്മിൽ അകന്നുപോയി. ഈ വ്യക്തി നിങ്ങളോട് പലതരത്തിലുള്ള രീതിയിൽ മോശമായി പെരുമാറി. പക്ഷേ ഈ വ്യക്തിയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിന് കഷ്ടകാലം തന്നെയായിരുന്നു. അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് വളരെയധികം മടുപ്പേറിയ കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് ഒരു കുടുംബ ജീവിതം വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സമ്പാദിച്ചു, നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ 5 ഓഫ് വാണ്ട്സും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റുള്ളവരുമായി നല്ല രീതിയിൽ വാക്ക് തർക്കത്തിന് നിൽക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന് വേണ്ടി ഈ വ്യക്തി നല്ല രീതിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തി ധാരാളം സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെയും ഈ വ്യക്തിക്ക് നട്ടലുയർത്തി നിൽക്കുവാൻ വേണ്ടി തന്നെയാണ്. ഈ വ്യക്തിക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ
വാക്ക് തർക്കം ചെയ്ത് വിജയിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി നല്ല രീതിയിൽ സാമ്പത്തികമായി മുന്നേറേണ്ട ആവശ്യകതയുണ്ട്. അതിൽ പലതും ഈ വ്യക്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ പുതിയൊരു വീടായിരിക്കാം, പുതിയ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യതകളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ബാധ്യതകൾ തീർത്തതായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ പല പദ്ധതികളും ഈ വ്യക്തി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങളുമായി ഒരു കുടുംബജീവിതം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ദൂരസ്ഥലങ്ങളിൽ ടൂർ പോകണം, അതായത് വിനോദയാത്രകൾ പോകണം, നല്ല രീതിയിൽ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഈ വ്യക്തി തന്നെ എടുത്ത തീരുമാനമാണ് നിങ്ങളുമായി ഒരുമിച്ച് ചേരണം എന്നുള്ളത്. പക്ഷെ ഇവിടെ തടസ്സമായിട്ട് നിന്നിരുന്നത് ആരാണ്, ഇവിടെ വിള്ളലുകൾ സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇവിടെ വളരെ ശക്തമായ ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഊർജം കുറയുന്നതായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം ഉയർന്നു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ പലതരത്തിലും ഈ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ വളരെ ക്ഷീണമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ നിങ്ങളും ആ ഒരു അവസ്ഥയിലൂടെയാകാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം മാറുന്നതായി കാണിക്കുന്നു. ഈ വ്യക്തി ശാരീരിക വ്യായാമങ്ങൾ തുടങ്ങി വെച്ചതായി കാണിക്കുന്നു. പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഈ വ്യക്തി ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിയുടെ കാര്യത്തിൽ പോലും ഈ വ്യക്തിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അല്ലെങ്കിൽ നല്ല വസ്ത്രം അണിയുക, എവിടെയെങ്കിലും പോവുക, സന്തോഷമായി പോവുക, അത്തരത്തിലുള്ള രീതികളൊന്നും ഈ വ്യക്തിക്കുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കൂടോത്രത്തിൻ്റെയും പലതരത്തിലുള്ള ദുഷിച്ച ഊർജത്തിൻ്റെയും സാന്നിധ്യം കാരണം ഈ വ്യക്തിക്ക് ഒരു കാര്യവും മര്യാദക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. അതിനാൽ ഈ വ്യക്തി പലതരത്തിലും ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ച ശക്തിയോടായിക്കോട്ടെ, ഈ വ്യക്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടായിക്കോട്ടെ, ഈ വ്യക്തി നല്ല രീതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ അപേക്ഷ കാലാകാലങ്ങളായി ഈ ഒരു പ്രപഞ്ച ശക്തി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും ഈ ഒരു പ്രണയബന്ധത്തിൽ മതിയായ ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് എല്ലാ ശക്തികളും ചോർന്നു പോയ ഒരു സാഹചര്യം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എല്ലാം പ്രപഞ്ച ശക്തിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയും ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഇതിൽ നിന്നും കരകയറാൻ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചു, കരകയറിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള രഹസ്യമായ പദ്ധതികൾ ഈ വ്യക്തി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പലതും നിങ്ങളോട് തുറന്നു പറഞ്ഞില്ല എന്ന് വരാം, ചിലത് പറയാനുള്ള സാധ്യതയും കാണിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചാൽ മതിയാകും. വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാം. വിളിക്കരുത്, എനിക്ക് സമയമില്ല. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.